പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കൊസ്ത അഭിഷേക ധ്യാനം 5-ാം ദിനം. സ്വർഗാരോഹണം പെന്തക്കൊസ്തായ്ക്കൊരുക്കമായുള്ള പ്രാർത്ഥനയുടെ തുടക്കം. പെന്തക്കൊസ്തായ്ക്കുള്ള ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ശിഷ്യന്മാരെ യേശു ആഹ്വാനം ചെയ്യുന്നത് സ്വർഗാരോഹണ ദിനത്തിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ലൂക്കാസ് വിശേഷകൻ അതിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ശിഷ്യരോട് പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ട് ഇരിക്കെ അവൻ അവരിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന കർത്താവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും എപ്രകാരമാണ് അത് പ്രാവർത്തികമാക്കിയതെന്നും തൊട്ടടുത്ത വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാ പ്രാർത്ഥനയിൽ മുഴുകി. എന്തുകൊണ്ടാണ് സ്വർഗാരോഹണ ദിനം മുതൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് യേശു നിർദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്ന യേശുവിൻ്റെ വാഗ്ദാനം സ്വർഗാരോഹണ സമയത്ത് അതിനുശേഷവുമാണ് അവിടുന്ന് വാസ്തവത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കിയത്. പിതാവിൻ്റെ വലത്തെ ഭാഗത്തേക്ക് ഈശോ കയറിയത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. ആ സമയം തന്നെ ശിഷ്യരും അതേ നിയോഗത്തിനായി പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ കൽപ്പിക്കുന്നത്. അത് എത്രമാത്രം അർത്ഥവത്താണ്. അടിയിലും മുകളിലും ഒരേ സമയം തീയിട്ട് ചുട്ട് ചില ഭക്ഷണ സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്നത് പോലെയാണിത്. പെന്തക്കൊസ്ത അഭിഷേകം ചൊരിയപ്പെടാൻ വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലിരുന്ന് നമുക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവിടുത്തോടെ ചേർന്ന് ഭൂമിയിലിരുന്ന് നമ്മളും അതേ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. അതെത്ര ഫലവത്താണ്, എത്ര മനോഹരമാണ്. 40 ദിവസം തുടർച്ചയായി ഉദ്ധിതനായ യേശുവുമായി സഹവസിച്ചത് മൂലമുണ്ടായ അനന്യമായ ദൈവാനുഭവത്തിന് ശേഷവും പെന്തക്കൊസ്ത അഭിഷേകത്തിന് വേണ്ടി ദിവസങ്ങളോളം വീണ്ടും പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ടാണ് യേശു കൽപ്പിച്ചത്? പരിശുദ്ധാത്മ അഭിഷേകം സംഭവിക്കണമെങ്കിൽ അതിനുവേണ്ടി തന്നെയുള്ള പ്രത്യേക പ്രാർത്ഥന എന്നതാണ് അതിന് കാരണം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പ്രാർത്ഥന ശക്തിയെ പറ്റിയുള്ള തിരുവചന ഭാഗത്ത് യേശു തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ലൂക്കാ 11:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ
സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രാർത്ഥന പ്രധാനമായും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ആയിരിക്കണമെന്നും ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ദൈവം ഉത്തരം നൽകുമെന്നും ഈശോ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. 3 അപ്പം വായ്പ ചോദിച്ച് അർദ്ധരാത്രിയിലെത്തിയ സ്നേഹിതന്റെ യാചനയുടെ മുമ്പിൽ നിഷ്കരണം ചെവിയടച്ച ഒരാളെപ്പറ്റി പരാമർശിച്ച ശേഷം യേശു പറയുന്ന വാക്കുകൾ പെന്തക്കോസ്ത് അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം സ്ഥിരത വേണം എന്ന് അടിവരയിട്ട് പഠിപ്പിക്കുന്നു. ലൂക്കാസ് വിശേഷം അധ്യായം 11 8 മുതൽ വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനായിട്ടും എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർലജ്ജമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവന് ആവശ്യമുള്ളത് ഇടത്തോളം കൊടുക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് നൽകപ്പെടും. ഇടമുറിയാത്ത പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നിരന്തരവും ഇടമുറിയാത്തതുമായ പ്രാർത്ഥന പെന്തക്കോസ്ത് അഭിഷേകത്തിന് അനിവാര്യമാണെന്ന് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, പരിശുദ്ധാത്മാവിനായി ഇതുവരെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം തീക്ഷ്ണതയോടെയും സ്ഥിരതയോടെയും ആത്മാർത്ഥതയോടെയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് ഞാനത് കേൾക്കും എന്ന് ദൈവമായ കർത്താവെ, അങ്ങയുടെ വാഗ്ദാനത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നാം എന്തെങ്കിലും ചോദിച്ചാൽ അതവൻ നമുക്ക് തീർച്ചയായും തരും എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത്, മറ്റെന്ത് അനുഗ്രഹങ്ങളെക്കാളും അധികം ഞങ്ങൾക്ക് ആവശ്യമായത് നാഥ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവയെല്ലാം നൽകപ്പെടുമെന്ന മത്തായി 6:33 തിരുവചനം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവരാജ്യം അന്വേഷിക്കുക എന്നതിനർത്ഥം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സർവ്വ അനുഗ്രഹങ്ങളും അങ്ങ് തന്നെ മുൻകൈ എടുത്ത് തരുമെന്നുള്ള ഈ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നാഥ, ഞങ്ങൾ കരഞ്ഞപേക്ഷിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും മൂലം ഞങ്ങൾക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഞങ്ങളിലേക്ക് സമൃദ്ധമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വേണ്ടി ചോദിച്ചാൽ എത്രയോ അധികമായി അവിടെ നൽകും എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധികമായ ആത്മാഭിഷേകം തരണമേ. അപ്പോസ്തലന്മാർക്ക് കൊടുത്ത, ആദ്യ ക്രൈസ്തവർക്ക് കൊടുത്ത, രക്തസാക്ഷികൾക്കും വിശുദ്ധർക്കും കൊടുത്ത ആ പരിശുദ്ധാത്മ ചൈതന്യം തന്നെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭരിക്കുന്ന, സ്വാധീനിക്കുന്ന ലോകാരൂപയിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാകുവാൻ തക്ക അളവിലും ശക്തിയിലും ദൈവമായ കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്തെ ഞങ്ങളിലേക്ക് ചൊരിയണമേ. അങ്ങനെ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ. അങ്ങനെ ഞങ്ങളെ ജഡിക മനുഷ്യരിൽ നിന്ന് ആത്മീയ മനുഷ്യരായി ഉയർത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും എല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്പർശനമുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ. ആത്മമാരി ഞങ്ങളെ പൊതിയട്ടെ. ശാലാഹ മലിഹന കമാശമശൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.